لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ ഏറ്റവും ആദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വലോക സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായിട്ടുള്ള റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം കഴിവിൻ്റെ പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ എല്ലാ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റഹ്മത്തും അള്ളാഹുവിൻ്റെ ബർക്കത്തും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സത്യവിശ്വാസികളെ, നമ്മളെപ്പോഴും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവുക. അത് മാത്രം മതി റബ്ബിൻ്റെ ഇഷ്ടം വേണ്ടുവോളം നമുക്ക് സമ്പാദിക്കാൻ. ഈ ദുനിയാവിൻ്റെ പിന്നാലെ ആഖിറം മറന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിസ്മരിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് പടച്ചോൻ തന്ന അനുഗ്രഹങ്ങൾക്ക് എനിക്ക് നന്ദി കാണിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നന്ദിയുള്ളവനാണോ അല്ലേ എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല പ്രവാചകന്മാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നു. ഖാത്തിമുൻ നബി, അന്ത്യപ്രവാചകൻ, അന്തിമദൂതൻ. ആ പ്രവാചക ശൃംഖലക്ക് പരിസമാപ്തി കുറിച്ച് കടന്നു വന്ന, സീൽ വെച്ച് കടന്നു വന്ന ഒരു പ്രവാചകൻ എന്ന വിശേഷണം അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നു. ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും മാതൃകയാണ് അള്ളാന്റെ റസൂലി എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും, ലോകർക്ക് കാരുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ്. സൃഷ്ടികളിൽ നിന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി സമയത്ത് കാലിൽ നീര് വരുവോളം നിന്ന് നിസ്കരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു സംഭവത്തെ
നമ്മളൊന്ന് കൺമുന്നിൽ കാണുന്ന പോലെ ഒന്ന് ചിത്രീകരിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. അള്ളാഹിന്റെ റസൂല് രാത്രി മുഴുവൻ സമയവും എണീറ്റിങ്ങനെ ഒരുപാട് സമയം നിസ്കരിക്കുന്നു. കാലിൽ നീര് വരുവോളം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം ഇതാണ്. ആ ചോദ്യം വളരെ നിഷ്കളങ്കമായ ചോദ്യമാണ്. അള്ളാഹിന്റെ റസൂലെ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സർവ്വപാപങ്ങളും പൊറുക്കപ്പെട്ട ഒരാളല്ലേ അങ്ങ്, പിന്നെന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിഷ്കളങ്കമായ ചോദ്യത്തിന് ആയിഷ ബീവിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് തലയിലൂടെ ഇങ്ങനെ കൈകൊണ്ട് തലോടി കൊടുത്തിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നാര ആയിഷ, അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന്. അപ്പൊ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ഇപ്പോഴും എത്ര നമ്മൾ നന്ദി കാണിച്ചാലും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അള്ളാഹു തന്നതിൻ്റെ ഒരു ഭാഗത്തേക്ക് പോലും നമ്മൾ ചെയ്യുന്നില്ല. യാഥാർത്ഥ്യം അത് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. എനിക്ക് റബ്ബ് തന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. മഹാനായ പണ്ഡിതൻ യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാ, യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലയുടെ അടുക്കിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് പറയാണ്, അയാള് ആ ആഗതൻ വന്നിട്ട് അയാൾക്ക് സംഭവിച്ച ഒരുപാട് പ്രയാസങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ലഭിക്കാത്ത കാര്യങ്ങളിലുള്ള പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ല അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കണ്ണ് എനിക്ക് തരുമോ? 1,00,000 ദിർഹമിന് ആരെങ്കിലും വില പറഞ്ഞാൽ നിങ്ങളത് കൊടുക്കുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ 1,00,000 ദിർഹമിന് മാത്രം പോകുന്ന ഒന്നല്ല എൻ്റെ കണ്ണ്, അതിനേക്കാളൊക്കെ ഒരുപാട് വിലമതിക്കുന്ന സാധനമാണ് എൻ്റെ കണ്ണ്. യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലയുടെ അടുത്ത ചോദ്യം ഇതാണ്, നിങ്ങളുടെ നാവ് 1,00,000 ദിർഹമിന് ചോദിച്ചാൽ കൊടുക്കോ? ഒരിക്കലുമില്ല. 1,00,000 ദിർഹമിന് കൊടുക്കാൻ പറ്റുന്നതല്ല എൻ്റെ നാവ്, എൻ്റെ സംസാരശേഷി. നിങ്ങളുടെ കൈകാലുകൾ, അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ആ 1,00,000 ദിർഹമിന് മാത്രം പോകുന്നതല്ല അത്, അതിനേക്കാളൊക്കെ എത്രയോ വിലമതിപ്പുള്ള കാര്യമാണ്. യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലയുടെ അടുത്ത പ്രസ്താവന ഇതാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ വലിയ ധന്യനല്ലേ, ഇത്രയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ? അതില്ലാത്തവരുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ. അലം നജ്അൽ ലഹു ഐനൈൻ, അള്ളാഹ് വെറുതെ ചോദിക്കണല്ല. ആ ആയത്ത്, അതായത് സൂറത്തു ബലദിലെ 90-ാമത്തെ സൂറത്തിലെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെ ഓതുമ്പോൾ വായിക്കുമ്പോൾ ഈ ചരിത്രം കൂടി അതിലേക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ഇനി ആ ആയത്തുകളൊന്ന് ഓതി നോക്കൂ. അലം നജ്അൽ ലഹു ഐനൈൻ, കാണാനുള്ള 2 നഗ്ന നേത്രങ്ങൾ, കണ്ണുകൾ തന്നീലേ? വലിസാനം വശഫത്തെ, നാവും 2 ചുണ്ടുകളും തന്നീലേ? അതായത് സംസാരിക്കാൻ, നമ്മുടെ ഉള്ളിലുള്ള ആശയം ആളുകളോട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു തൗഫീഖ്, അതിനുള്ളൊരു കഴിവ് ഞാൻ നിങ്ങൾക്ക് തന്നീലേ? വഹദൈനാ ഉന്നജ്ദൈൻ, തെളിഞ്ഞു നിൽക്കുന്ന 2 മാർഗങ്ങൾ നാം നിനക്ക് കാണിച്ചു തന്നില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. ഇതൊക്കെ അല്ലാഹ് തന്ന അനുഗ്രഹങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ തന്നെ പറയുന്ന കാര്യം ഇതാണ്, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരിക്കലും അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല എന്ന് ഖുർആന്റെ 16-ാമത്തെ സൂറത്താണ്, സൂറത്തുൻ നഹ്ല്, അതിലെ 18-ാമത്തെ വചനാണ്. അള്ളാഹ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരിക്കലും അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല. അത്രമാത്രം അനുഗ്രഹങ്ങൾ റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണ്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളെപ്പോഴും ലഭിക്കാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ പരാതി പറയും, എനിക്കത് ലഭിച്ചില്ല, എനിക്കിത് ലഭിച്ചില്ല. പ്രത്യേകിച്ച് ഒരു കുടുംബനാഥൻ പലപ്പോഴും തൻ്റെ വീട്ടിലെ മറ്റു അംഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു കുടുംബക്കാരിൽ നിന്ന് ഒക്കെ കേൾക്കേണ്ടി വരുന്നൊരു വലിയ പ്രയാസം നിറഞ്ഞൊരു കുത്തുവാക്ക് ഇതായിരിക്കും, നിങ്ങൾ ഇത്ര കാലം അധ്വാനിച്ചിട്ട് എന്തായി? നമുക്കിപ്പോൾ എന്തെങ്കിലും അവരെ പോലെ ചെയ്യാൻ പറ്റുമോ? അവരെ പോലെ നമുക്ക് കിട്ടിയോ? നിങ്ങൾ കുറേ കാലം പ്രവാസിയായല്ലോ, എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടാക്കി? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അയാൾ ചിലപ്പോൾ കുറച്ച് പൈസ മാറ്റി വെച്ച് സുഹൃത്തുക്കളൊക്കെ നല്ല ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ആ പൈസ പോലും ചിലവാക്കാതെ അത് എടുത്തു വെച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കിയതായിരിക്കും. ആ മനുഷ്യൻ്റെ രൂപകോലങ്ങൾ കണ്ടാൽ തന്നെ അറിയുണ്ടാവും അയാൾക്ക് വേണ്ടി അയാൾ ഭൗതികമായിട്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ല, ഒരു നല്ല വസ്ത്രം പോലും അയാൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോഴും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുടുംബത്തിന്. അങ്ങനെ ആയിരിക്കും. അപ്പോഴാണ് കുടുംബത്തിൽ നിന്ന് കേൾക്കുന്നത്, നിങ്ങൾ എന്തെത്ര കാലം ഉണ്ടാക്കിയത്, എന്തെങ്കിലും ഇത്ര കാലം സമ്പാദിച്ചത്. ഇത്തരം കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം നോക്കൂ. പരാധീനതകളെ കുറിച്ചല്ല, ഇല്ലായ്മയെ കുറിച്ചല്ല, ഉള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയെത്ര നിഅമത്തുകൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അത് നിലനിൽക്കണം നമ്മൾ ആഗ്രഹിക്കണില്ലേ? എത്ര വലിയ നിഅമത്താണ്. നമ്മളൊരു സങ്കടം പറഞ്ഞു വന്നാൽ നമ്മളെ കാത്തിക്കാൻ ഒരു ഭാര്യ ഉണ്ട്,
അത് കേട്ടുതരാനൊരു ഭാര്യയുണ്ട്. ഭാര്യയ്ക്കൊരു സങ്കടം വന്നാൽ അത് കേട്ടുകൊടുക്കാൻ ഒരു ഭർത്താവുണ്ട്. ഇനി എത്ര ടെൻഷൻ ഉണ്ടായിട്ട് വീട്ടിലേക്ക് വന്നാലും ആ മക്കൾ ഇങ്ങനെ വാപ്പാന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ ടെൻഷനൊക്കെ മറക്കും. ആ കുട്ടികളങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ അതൊക്കെ മറക്കും. എത്ര വലിയ അനുഗ്രഹങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒരാളില്ലാത്തവരുടെ ജീവിതം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ട് നമ്മളൊരു ടീമിന്റെ ഭാഗമായിട്ട് കോട്ടക്കൽ രണ്ടത്താണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ശാന്തി ഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ അവിടെ നിന്ന് പോകണം. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കുട്ടികളെയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഉമ്മാൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വാശി പിടിക്കുന്ന മക്കൾക്കൊക്കെ വലിയൊരു തിരിച്ചറിവായിരിക്കും അത്. കുട്ടികളോട് കുറേ ഉപദേശിച്ച് നിർദ്ദേശിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ടുപോയിട്ട് ഒരു 5 മിനിറ്റ് ആ കുട്ടികളോട് കാണിച്ചു കൊടുത്താൽ മതി. അപ്പം മനസ്സിലാവും ആ മക്കൾക്ക്. കാരണം അവിടുന്ന് ഈ അടുത്ത ദിവസം അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ സെക്രട്ടറി ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന മുമ്പ് നമ്മളടുത്ത് പറയാണ്, അവിടെ കിട്ടിയ ഒരു കുട്ടീനെ, ഒരു തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടി ഉണ്ട് അവിടെ, 6 മാസം പ്രായമായ കുട്ടി. ആ കുട്ടീനെ അവിടെ കിട്ടിയത് അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളീൻ്റെ തിണ്ടുമ്മൽ വെച്ചിട്ട് ഈ കുട്ടീൻ്റെ പേര് ഇതാണ്, ഈ കുട്ടിക്ക് ഇന്ന പേരിടണം, ഇത്ര വയസ്സാണ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലിപ്പ് എഴുതി വെച്ചിട്ട് പള്ളിയിൽ ആ കുട്ടീനെ വെച്ച് പോയിക്കാണ്. നല്ല ചൂടുള്ളൊരു സമയമായിരുന്നു അത്. കാലാവസ്ഥ നല്ല ചൂടുള്ള സമയമാണ്. ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ആ കുട്ടി അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അതിന് ആരാണ് അതിൻ്റെ ഉപ്പ, ആരാണ് അച്ഛൻ, ആരാ അമ്മ അറിയൂല. അതിനെ തേടി വരാൻ ഒരു റിലേറ്റീവ് പോലും ഇല്ല. കാരണം അങ്ങനെ ഒരു കുട്ടി ജനിച്ചത് ആർക്കും അറിയണ്ടാവില്ല. അങ്ങനെ ഒരു കുട്ടി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. ആ കുട്ടിനെ എടുത്തു വളർത്തുന്നവരാണ് ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ. അപ്പൊ എത്രത്തോളം അനുഗ്രഹീതരാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതേപോലെ തന്നെ ഒരു സംഭവം പറയാണ്. രാത്രി 11 മണിക്ക് ആ ഓഫീസിന്റെ മുന്നിൽ ഒരു കഷ്ണം തുണിയിൽ ഒരു കുട്ടീനെ പൊതിഞ്ഞ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട്. അപ്പോൾ പല രീതിയിലുണ്ടായ മക്കളാകാം. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ആ മക്കൾ എന്ത് പഴച്ചു, ആ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള മക്കൾ വളരുന്നുണ്ട് എന്ന് കാണുമ്പോഴാണ്, അവരുടെ അവസ്ഥ നമ്മൾ അറിയുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാവുക. ബ്രെയിൻ ട്യൂമറുള്ള, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ഇങ്ങനത്തെ സെറിബ്രൽ പ്ലാസ പോലുള്ള അസുഖങ്ങൾ വന്ന കുട്ടികൾ, ഇങ്ങനത്തെ ഒക്കെ മക്കൾ അവിടെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ പടച്ചോ എത്രത്തോളം വലിയ നിഅമത്തുകൾ തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ പരാതി പറയണതും ഈ ഇല്ലായ്മയെക്കുറിച്ച് സംസാരിക്കണതൊക്കെ നിർത്തും. പടച്ചോന്റെ നിഅമത്തുകൾ അല്ലാഹു തആല പറയണത്, അത് ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങളൊന്ന് എണ്ണി നോക്കൂ, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല എന്നാ. അതുകൊണ്ട് തന്നെ ലഭിച്ച അനുഗ്രഹങ്ങൾ നിലനിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നിലനിൽക്കാനുള്ള മാർഗം എന്താണ്? പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ അത് വളരെ വ്യക്തമായി വിശദീകരിച്ചിരുന്നുണ്ട്. അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ എന്താണ് മാർഗം? അടിസ്ഥാനപരമായിട്ടുള്ള മാർഗം അനുഗ്രഹദാതാവിനെ, അതെല്ലാം നൽകിയ റബ്ബിനെ മനസ്സിലാക്കി നന്ദി കാണിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും എല്ലായിടത്തും കാണുന്ന ഇന്നിപ്പോൾ ഒരു ട്രെൻഡിങ് കൂടിയാണത്. ലൈൻ ശക്കർത്തും ലാസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ധാരാളം നൽകും. ഇത് പലയിടത്തും ഒരു സ്റ്റിക്കറായിട്ട് പോലും നമ്മൾ കാണുന്നുണ്ട്, ഒട്ടിച്ചിട്ടുണ്ടാവും. നല്ല കാര്യമാണ്, കാരണം ഖുർആനിലൊരു ആയത്തല്ലേ. പക്ഷെ നമ്മളെപ്പോഴും ഓർക്ക് ആ ആയത്തിനൊരു ബാക്കി ഭാഗമുണ്ട്, അതിനൊരു മുന്നിലൊരു ഭാഗം കൂടിയുണ്ട്. സൂറത്ത് ഇബ്രാഹിമിലെ 14-ാമത്തെ സൂറത്തിലെ 7-ാമത്തെ വചനാണത്. وَإِذْ تَأَذَّنَ رَبَّكُمْ لَئِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِنْ كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു താക്കീതുണ്ട് അവിടെ. ആ ആയത്ത് നമ്മൾ ഓതുമ്പോൾ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും എന്നുള്ള ഭാഗം മാത്രം കേട്ടാൽ പോരാ, അതിനൊരു ബാക്കി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാവണം. സൂറത്ത് ഇബ്രാഹിമിലെ 14-ാമത്തെ സൂറത്തിലെ 7-ാമത്തെ ആയത്ത്, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ ഓർക്കുക. ലൈൻ ശക്കർത്തും, നിങ്ങൾ അതിന് നന്ദി കാണിച്ചാൽ ലഅസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർത്തും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാലോ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും. അപ്പോൾ നന്ദി കാണിക്കുന്നതിന് പകരം നന്ദി കേട് കാണിച്ചാൽ ഉള്ള അനുഗ്രഹങ്ങളും കൂടി തിരിച്ചെടുക്കപ്പെടും എന്നുള്ള ഒരു യാഥാർത്ഥ്യം, ഒരു സത്യം അല്ലാഹു തആല അതിലൂടെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അറബിയിൽ സാധാരണ ഒരു ചൊല്ലുണ്ട്, അറബിയിൽ പറയപ്പെടാറുണ്ട്, അൻനിഅം ഇദാ ശുകിർത ഖറത് വഇൻ കുഫിർത ഫറത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നീ അതിന് നന്ദി കാണിച്ചാൽ ഖറത്, അത് ഇങ്ങനെ നിലനിൽക്കും, അതവിടെ നിൽക്കും. നേരെ മറിച്ച് വഇൻ കുഫിർത, നീ അതിന് നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഫറത്, അത് നിന്നിൽ നിന്ന് അകന്നു പോകും, അത് നിന്നിൽ നിന്ന് ഓടിപ്പോകും, ഇല്ലാതായി പോകും. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ അത് നിലനിൽക്കും. അതുകൊണ്ട് സഹോദരന്മാർ, അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരിക നമ്മളെ വീട്, സമ്പത്ത്,
അല്ലെങ്കിൽ വാഹനം, ഇത് മാത്രമേ നമുക്ക് ഓർമ്മ വരിക. ഇതല്ല, ഞാൻ എന്നെ കേൾക്കുന്ന യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? പടച്ചോൻ തന്ന ഈ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഈ ഒരു കായബലവും ഇതൊക്കെ അല്ലേ, ഇതൊരു വലിയ നിഅമത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഅ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, ഇഅ്തനിം ഖംസ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പുള്ള 5 കാര്യങ്ങൾ അത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ പറഞ്ഞ ഒന്നെന്താണ്? ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വം എന്നാ പറഞ്ഞ്. അപ്പൊ യുവത്വം എന്ന് പറയുന്നത്, ആ ഒരു ചോരത്തിളപ്പുള്ള പ്രായം എന്ന് പറയുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ്. കുറേ പ്രായമായാൽ പള്ളിക്ക് വരണം എന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ശരീരം അതിന് സമ്മതിക്കുണ്ടാവൂല. വീട്ടിൽ നിന്ന് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരാൻ ചിലപ്പോൾ വീട്ടിൽ ആരും ഉണ്ടാകൂല. അപ്പോൾ യുവാവായി നിൽക്കുമ്പോൾ ആ ബാങ്ക് വിളി കേൾക്കുമ്പോൾ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ പള്ളിയിലേക്ക് വരിക, നിസ്കരിക്കുക, ചെയ്യാൻ കഴിയുന്ന നന്മകൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്യുക. ഈ ഒരു സമയത്ത് നമുക്ക് ഓടിപ്പാഞ്ഞ് ചടുലമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നു, അതൊക്കെ ഒരു വലിയ തൗഫീഖാണ്. ആ ഒരു തൗഫീഖ് മനസ്സിലാക്കി നിങ്ങൾ ജീവിച്ചു നോക്കൂ. ഇനി ഒന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ, എത്ര നിഅമത്തുകൾ എൻ്റെ റബ്ബ് എനിക്ക് ശരിക്കും തന്നിങ്ങനെ. എല്ലാ ദിവസവും ഒന്ന് ഉറങ്ങണതിന് മുമ്പ് ഒന്ന് കിടന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര നിഅമത്തുകൾ ഇന്ന് തന്ന്. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്ത് തീർത്തു. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് പടച്ചോ എനിക്ക് നിഅമത്തുകൾ തന്നുകൊണ്ടല്ലേ. നല്ല ആരോഗ്യവും അവയവങ്ങളൊക്കെ ചലിപ്പിക്കാനുള്ള കഴിവും, എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ 4 ആൾക്കാരോട് പറയാൻ പറ്റുന്ന ഒരു തൗഫീഖും, എന്നെ മനസ്സിലാക്കുന്ന ഒരു സമൂഹവും, അങ്ങനെ ഒരു കുടുംബവും, എന്തെങ്കിലും ഒരു ചെലവ് വരുമ്പോൾ അതിനെടുത്ത് ചെലവാക്കാൻ പറ്റുന്ന പൈസയും വാഹനവും വീടും എല്ലാം റബ്ബ് തന്നല്ലേ. എന്നിട്ട് ഞാൻ അതിന് നന്ദി കാണിക്കുന്നുണ്ടോ? അപ്പൊ നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ ഇടക്കിടക്ക് ഈ കാര്യം എടുത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ തന്നെ പല ഭാഗത്തും കാണാൻ പറ്റും അഫലാ യഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ? ഖുർആന്റെ 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 35-ാമത്തെ വചനം, 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 73-ാമത്തെ വചനം, ഇവിടെയൊക്കെ അല്ലാഹ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അഫലാ യഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ? ബലില്ലാഹി ഫഅ്ബുദ് വകും മിനശ് ശാകിരീൻ, അള്ളാഹുവിനെ തന്നെ നീ ആരാധിക്കുക, അതേപോലെ തന്നെ നീ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക. 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 66-ാമത്തെ വചനമാണ്. അതുകൊണ്ട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നമ്മൾ നന്ദി കാണിക്കുക. പല രൂപത്തിലുണ്ടാകും നന്ദി കാണിക്കൽ. അതെങ്ങനെയാണ്? ഖുർആൻ തന്നെ പറയാണ്, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കൂ. വലാ തക്ഫുറൂൻ, നന്ദികേട് കാണിക്കല്ലേ. ഇപ്പൊ നമ്മൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചു, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ റബ്ബിനോട് നന്ദികേട് കാണിച്ചു, എന്നപ്പോ അള്ളാഹിന്റെ ഇസ്സത്തിൽ എന്തെങ്കിലും കുറവ് വരാനുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ എന്തിനാണ് ഇത്? ആർക്കും വേണ്ടിയാ പടച്ചോൻ പറയുന്നത്? നമുക്ക് വേണ്ടി തന്നെ. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കൂ, നിങ്ങൾ എന്നെ ഓർക്കൂ, അപ്പൊ ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കൂ. ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടില്ലേ, വെറുതെ അല്ലല്ലോ. ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് വർദ്ധിപ്പിച്ചു തരാം. നന്ദികേട് കാണിച്ചാൽ നിങ്ങൾക്കുള്ള താക്കീതാണ്, ഉള്ള അനുഗ്രഹം നഷ്ടപ്പെടും. എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 3 തരത്തിലാണ് നന്ദി പ്രകടനം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനുള്ള നന്ദി പ്രകടനത്തിൽ 1-ാമത്തെ ഭാഗം ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക. അതെങ്ങനെയാണ്? റബ്ബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, അള്ളാഹിനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുക. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 7 നിബന്ധനകൾ, ഷർത്തുകൾ പറഞ്ഞെടുത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. മിഫ്താഹുൽ ജന്നത്താണ്, സ്വർഗത്തിന്റെ താക്കോലാണത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 7 നിബന്ധനകൾ പറഞ്ഞെടുത്ത് 5-ാമത്തെ നിബന്ധന പറഞ്ഞാൽ എന്താണെന്നറിയോ? മഹബ്ബ, സ്നേഹമാണ്. സ്നേഹമാണ്, അള്ളാഹിനോടുള്ള അടങ്ങാത്ത സ്നേഹം, ആത്മാർത്ഥമായ സ്നേഹം. 2-ാമത്തെ ഒരു നന്ദി പ്രകടനം എന്ന് പറയുന്നത് നാവ് കൊണ്ട് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നാവ് കൊണ്ട് നന്ദി കാണിക്കൽ? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങൾ നീ എടുത്തു പറയാ. ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ്, ഞാൻ കുറെ ബിസിനസ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയതാണ്, എൻ്റെ കഠിനാധ്വാനാണ്, ഇതിൻ്റെ പിന്നിൽ എൻ്റെ കുറെ പരിശ്രമമാണ്. ആരാണ് ഈ ഞാൻ? എന്താണ് എൻ്റെ പരിശ്രമം? ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് എപ്പോഴാണ് ഈ കഴിയണത്? നമ്മൾ എത്ര വളർന്നാലും, ലോകമറിയപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാലും, ഏത് സമയവും വിനയം കൈമുതലാക്കി നമ്മൾ പറയാ, ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, എനിക്ക് റബ്ബ് തന്നതാ, പടച്ചോൻ തന്നതാ. ആ വർത്താനം മാത്രം മതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു വർത്താനം തന്നെ എത്ര സമൂഹത്തിന് വലിയൊരു പാഠമാണ്, മാതൃകയാണ്. അള്ളാഹ് എത്രത്തോളം ഇഷ്ടപ്പെടും. ഈ വലിയ മണിമാളിക ഉണ്ടാക്കിയത് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ടാണ്, എൻ്റെ ഒരു കഴിവുമില്ല. രാവും പകലുമില്ലാതെ ചിലപ്പോൾ നമ്മളതിൻ്റെ പിന്നിൽ ഓടിയിട്ടുണ്ടാവും. എന്നാലും ആ ഓടാനുള്ള തൗഫീഖ് ആരാ തന്നത്? ആ സമ്പാദിക്കാനുള്ള തൗഫീഖ് ആരാ തന്നത്? സമ്പത്തിൽ ബർക്കത്ത് ആരാ തന്നത്? അള്ളാഹ് തന്നതല്ലേ.
പിന്നെ ഞാൻ ചെയ്തു, എന്നെ കൊണ്ട് ഇത് സാധിച്ചു, ഞങ്ങളുടെ ടീം പ്രവർത്തിച്ചപ്പോൾ ഇങ്ങനെയായി. ഇതൊക്കെ ആരാണ് നമ്മൾ? ഈ നമ്മൾ എന്ന് പറയാൻ മാത്രം എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? അതുകൊണ്ട് എപ്പോഴും റബ്ബിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. മൂന്നാമത്തതാണ് അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കുക എന്നുള്ളത്. നോമ്പ്, നിസ്കാരം, സക്കാത്ത്, ഹജ്ജ് കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് എത്രമാത്രം റബ്ബിന് നന്ദി കാണിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് മരിച്ചു പോകുമ്പോൾ നമുക്ക് ഒരു റാഹത്തായിട്ട് നല്ല ഒരു മരണം കൈവരിക്കാൻ പറ്റുക. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ, തൃപ്തിപ്പെട്ടുകൊണ്ട് നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങ്. നിങ്ങൾ ആലോചിച്ചു, എത്ര മനുഷ്യർ ലോകത്ത് അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നറിയോ? എത്ര ആളുകൾ, അവരെല്ലാം അവരുടെ സമ്പത്ത് മുഴുവൻ റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവാക്കിയിട്ടുണ്ട്. മരണം കൺമുന്നിൽ കാണുന്ന ഘട്ടങ്ങളിൽ ഒരിക്കലും മരുന്നില്ലാത്ത രോഗങ്ങൾ, അലിബനാത്ത് എന്ന് പറയുന്ന ലോകമറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം, ഓസ്ട്രിയക്കാരനായിരുന്ന അലിബനാത്ത്. അദ്ദേഹത്തിന് രോഗമാണ്, ബ്ലഡ് ക്യാൻസറാന്ന് മനസ്സിലാക്കി. അവിടെ അദ്ദേഹത്തിൻ്റെ കോടികൾ വിലമതിക്കുന്ന കാറുകളും വാച്ചുകളും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഷൂവുകളും ഡ്രസ്സൊക്കെ അനാഥ മക്കൾക്ക് കൊടുക്കുകയാണ്. ഒന്നും എനിക്ക് ഈ ദുനിയാവിൽ നിന്ന് തിരിച്ചറിവുകൾ വരികയാണ് മനുഷ്യന്. ഇതെല്ലാവർക്കും സമയം കിട്ടിക്കൊള്ളുന്നില്ല. അലിബനാത്തിന് ലഭിച്ച പോലെ സമയം അല്പം നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഏത് സമയത്താണ് നമ്മുടെ മരണം അള്ളാഹ് കണക്കാക്കുന്നത് അറിയില്ല. ഉള്ള സമയത്ത് പരമാവധി നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക, നന്ദി കാണിച്ച് ജീവിക്കുക, റബ്ബിനെ ഓർത്തുകൊണ്ടേ ജീവിക്കുക. ഏതൊക്കെ ഉയരങ്ങളിൽ നമ്മൾ എത്തിയാലും, ഏതൊക്കെ സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടാലും അള്ളാഹു തന്നതാണ്, എൻ്റെ റബ്ബ് തന്നതാണെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. നന്ദികേട് കാണിക്കുന്നവരോട് തിരുത്തി കൊടുക്കുക. അഹങ്കാരത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നവരോട് അങ്ങനെയല്ല പറയേണ്ടത്. പടച്ചോനെ ശുക്ർ ചെയ്യ്. എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായാൽ ഞങ്ങൾ വേഗം എന്ത് ചെയ്യുക, ആൾക്കാരടി നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് പള്ളീൻ്റെ അടുത്താണുള്ളത്, എന്നാൽ പള്ളി കയറി ചെന്നിട്ട് ഒന്ന് ഒതുകൊടുത്തിട്ട് ഒരു സുജൂദ് ചെയ്യും, ശുക്രൻ്റെ സുജൂദ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില തൗഫീഖുകളൊക്കെ കിട്ടും, ചില പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടും. വീട്ടിലാണുള്ളത്, അപ്പോൾ ഒരു ശുക്രൻ്റെ സുജൂദ് ചെയ്യും എന്ന് പറഞ്ഞാൽ പടച്ചോനെ ഞാൻ ഒന്നുമല്ല, എല്ലാം നീയാണ് എന്നുള്ള ബോധ്യപ്പെടലാണത്. ആ ബോധ്യപ്പെടുത്തൽ റബ്ബിൻ്റെ മുമ്പിൽ വിനയാന്വിതരാവാണ് നമ്മൾ. അതാണ് ആ ശുക്ർ. ഈ തല, ഈ നെറ്റിത്തടം, അത് എന്നെ സൃഷ്ടിച്ച റബ്ബിൻ്റെ മുമ്പിൽ മാത്രമേ കുനിയുകയുള്ളൂ, അവിടെയേ ഞാൻ വെക്കുകയുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയം കൂടിയാണത്. അങ്ങനെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ, നന്ദിയുള്ള അടിമകളായി മാറാൻ നമുക്ക് കഴിയണം. റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ വിസ്മരിക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ ഒന്നാമത്തെ ഖുതുബയിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറയുന്നത്, നമ്മൾ പറയും എൻ്റെ ഫ്രണ്ട്സുകളെ കൂട്ടത്തിൽ അവരാണ് എന്നെ കൂടുതൽ മനസ്സിലാക്കുന്നത്, അവർക്കാണ് എന്നോട് കൂടുതൽ ഇഷ്ടമുള്ളത് എന്നൊക്കെ. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് അവർക്ക് എതിരായിട്ടൊരു കാര്യം പറഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുത്തു നോക്കി, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു തിന്മയിൽ നിങ്ങൾ സഹകരിക്കാതിരുന്ന് നോക്കൂ. അവിടെ ചെറിയൊരു ഗ്യാപ്പിൽ വിള്ളൽ വീഴും. നേരെ മറിച്ച് ഇനി ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി, എത്ര കാലമായി നമ്മൾ റബ്ബിന് നന്ദികേട് കാണിച്ച് ജീവിക്കുന്നുണ്ട്. നമ്മളെല്ലാ സമയത്തും അള്ളാഹ്ക്ക് നന്ദി കാണിച്ച് തന്നെയാണോ ജീവിക്കുന്നത്? അള്ളാഹ് ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്. എന്നിട്ടും റബ്ബുൽ ഇസ്സത്ത് നമ്മളിങ്ങനെ ആരോഗ്യത്തോടു കൂടി നടക്കാനുള്ള തൗഫീഖ് എന്നില്ലേ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നന്ദികേട് കാണിച്ചിട്ടും പടച്ചോൻ ഇത് തരുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളോടുള്ള ഇഷ്ടത്തിൻ്റെ അളവ് ചിന്തിച്ചു നോക്കി. നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് കൂടി വിചാരിക്കുക, ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിൽ ഒരാളെന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം കാണിച്ചാൽ, അല്ലെങ്കിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചാൽ, പിന്നെ അത് മതിയാവും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവാനും, ഒരു വിള്ളൽ വീഴാനും, അവരോട് വെറുപ്പുണ്ടാവാനൊക്കെ. എത്ര കാലം നമ്മുടെ അടുത്ത് നിന്ന് അനുസരണക്കേട് സംഭവിച്ചു, ഇപ്പോഴും സ്റ്റിൽ നമ്മൾ എത്രത്തോളം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും റബ്ബുൽ ഇസ്സത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടത്തിൻ്റെ അളവൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു ശ്രമം ഒന്ന് നടത്തി നോക്കി. അതാണ് ശരിക്കും ഇസ്തിഗ്ഫാർ, തൗബ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ അടുത്ത് പല വീഴ്ചകളും ഉണ്ടാവും. ആ വീഴ്ചകൾ അള്ളാഹിനോട് ഏറ്റു പറയുമ്പോണ്ടല്ലോ, എത്ര തെറ്റുകൾ ആവർത്തിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹ് അത് പുറത്തരാൻ ഒരുക്കമാണ്. ഇത് പടപ്പുകളല്ല പറയണത്, ഇത് അള്ളാഹ് പറയുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അങ്ങേയറ്റം
തിന്മകൾ ചെയ്ത എൻ്റെ അടിമകളെ എന്നുള്ള വിളിക്കുകയാണ്. അവിടെ കുൽ യാ ഇബാദിയ, എൻ്റെ അടിമകളെ എന്നാണ് വിളിക്കുന്നത്, അക്രമികളെ എന്നല്ല. സ്വന്തത്തോട് അങ്ങേയറ്റം അതിക്രമം പ്രവർത്തിച്ച അക്രമികളെ എന്നല്ല അള്ളാഹ് വിളിക്കണത്. എൻ്റെ അടിമകളെ, നിങ്ങൾ എന്നിലേക്ക് ഖേദിച്ചു മടങ്ങും, ഞാൻ നിങ്ങൾക്ക് തൗബ തരാം, നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരാം എന്ന് അള്ളാഹു തആല പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഉമ്മാക്കൊരു കുട്ടിനോടുള്ള ഇഷ്ടം എത്ര ഉണ്ടായിരിക്കും? നമുക്കത് അളക്കാൻ പറ്റും. ഇപ്പം നീന്തറിയാത്തൊരു ഉമ്മ, ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങിപ്പൊന്തുകയാണ്, ഉമ്മ പറയോ എനിക്ക് നീന്തറിയില്ല അതുകൊണ്ട് ഞാൻ കുട്ടീനെ രക്ഷിക്കാൻ ചാടൂല എന്ന് പറയോ? ആ ഉമ്മ സ്വന്തം ജീവൻ അവിടെ ബലിയർപ്പിക്കാൻ തയ്യാറാവും. സ്വന്തം ജീവിതം എന്താവെന്ന് പോലും ആലോചിക്കൂല. അങ്ങനെ ലോകത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2023 ജൂൺ 25 ലോക മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. ലബനാനിൽ അക്കാർ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ ഒരു സംഭവം ഉണ്ടായി. ലുബ്ന അൽ മസ്രി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരവരുടെ കുട്ടി വീടിന്റെ മേൽപ്പുരയിൽ കയറിയതാ, കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി പിന്നാലെ പോയതാ, ഉമ്മ സ്ലിപ്പായി വീണ് മരിച്ചു. കുട്ടീനെ രക്ഷിക്കാൻ പോയതാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഉമ്മാക്ക് ആ കുട്ടീനോടുള്ള ഇഷ്ടമാണ്, എൻ്റെ കുട്ടിക്ക് ഒരു അപകടം പറ്റരുത്, എൻ്റെ കുട്ടീൻ്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ള. ആ കുട്ടീനെ രക്ഷിച്ച് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക ഉമ്മ. അങ്ങനെ ആ ഉമ്മ കരുതി കുട്ടി ആ കുട്ടീനെ തീയിലേക്ക് ഇടും. സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് കുട്ടീനെ രക്ഷിക്കാൻ പോയ ഉമ്മ ചെയ്യോ? ഒരിക്കലുമില്ല. ഒരിക്കൽ ഒരു യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി. അതിൽ നിന്ന് കുറച്ച് തടവ് പുള്ളികളെ പിടിച്ചു. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പരിഭ്രാന്തയായിട്ട് ആ സ്ത്രീ ഇങ്ങനെ ഓടുകയാണ്. അള്ളാന്റെ റസൂൽ ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തിനാണ് ആ ഓട്ടം എന്നറിയോ? എൻ്റെ കുട്ടീനെ കാണാനില്ല, ആ ഉമ്മാൻ്റെ കുട്ടീനെ കാണാനില്ല. തടവ് പുള്ളിയായി പിടിക്കപ്പെട്ടതൊന്നുമല്ല പെണ്ണിൻ്റെ പ്രശ്നം, എൻ്റെ കുഞ്ഞിനെ കാണാനില്ല, കുട്ടീനെ കാണില്ല. അവസാനം കുറേ ഓടിപ്പാഞ്ഞപ്പോൾ കുട്ടീനെ കിട്ടി. വാരിയെടുത്തിട്ട് ആ കുട്ടിയെ തലങ്ങും വിലങ്ങും ആ ഉമ്മ വെക്കുകയാണ്. എന്നിട്ട് അതിന് അമ്മിഞ്ഞ കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഭവം സ്വഹാബികളോട് പറഞ്ഞെടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ആ ഉമ്മാൻ്റെ സ്നേഹപ്രകടനം കണ്ടില്ല നിങ്ങൾ? ആ ഉമ്മ ആ കുട്ടീനെ തീയിലേക്ക് എറിയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ സ്വഹാബികൾ പറയണം, എന്താ റസൂലേ, എങ്ങനെയാണ് ഇത് ഉണ്ടാവുക? ആ ഉമ്മാക്ക് ആ കുട്ടീനോടുള്ള സ്നേഹപ്രകടനം ഞങ്ങൾ കണ്ടു ബോധ്യപ്പെട്ട കാര്യമാണ്. ആ സ്നേഹം, അതിൻ്റെ അളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എന്നാൽ ഇതിനേക്കാളും ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന് നിങ്ങളോട്. നിങ്ങൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങിയാൽ ഏത് പാപമാണെങ്കിലും അള്ളാഹ് അത് പുറത്തരും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം നമ്മുടെ രഹസ്യ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണം അറിയാം. നമ്മൾ ആരെടുത്തും അത് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ലജ്ജയും ആവശ്യമില്ല. അള്ളാഹിനോട് നമുക്കത് പറയാം, പടച്ചോനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അള്ളാഹിനോട് ഏറ്റു പറയാം. എന്തിന്? എനിക്ക് തൗബ വേണം പടച്ചോനെ, ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു തീരുമാനം എടുത്തു നോക്കും, ഇനി പരമാവധി വീഴ്ചകൾ വരാതെ ഞാൻ മുന്നോട്ട് പോകും എന്നൊരു തീരുമാനം എടുത്തു നോക്കും. അള്ളാഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്തുകളുടെ ഒരു വർഷം തന്നെ, ബർക്കത്തുകളുടെ ഒരു വാതിൽ തന്നെ നിങ്ങളുടെ നേരെ തുറന്നിട്ടരും. കാരണം ഇത്രയും നന്ദികേട് കാണിച്ചിട്ടും ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ നന്ദി കാണിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു തആല എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ പിടിച്ചു വെക്കുക? അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഭയങ്കര സമാധാനം കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലോകത്ത് വലിയ പേരും പ്രശസ്തിയും ഒക്കെ ഉള്ള, എവിടെ ചെന്നാലും ആളുകൾ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വാങ്ങാനും ഓട്ടോഗ്രാഫ് വാങ്ങാനൊക്കെ മനുഷ്യന്മാർ തടിച്ചു കൂടുന്ന ചില സെലിബ്രിറ്റീസുകൾ പോലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, പ്രശസ്തി ഇല്ലാത്തതുകൊണ്ടാണ്, ആളുകളുടെ അടുത്ത് നിന്നുള്ള കയ്യടികളും അല്ലെങ്കിൽ ആർപ്പ് വിളികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതെല്ലാം അവർക്കുണ്ട്, പക്ഷേ കിട്ടേണ്ട എന്തോ ഒരു സാധനം അവർക്ക് കിട്ടുന്നില്ല. അത് എവിടുന്നേ കിട്ടുള്ളൂ? ഈ സാധനം, ഈ ഹൃദയം, മനസ്സ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം സംവിധാനിച്ച പടച്ചോനെ അത് തരാൻ പറ്റുള്ളൂ. അതിന് എന്തൊക്കെ ഭൗതിക ന്യായങ്ങൾ പറഞ്ഞിട്ട് തള്ളാൻ നോക്കിയാലും നോക്കിക്കോളൂ, അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള സമാധാനമാണ് യഥാർത്ഥ സമാധാനം. അത് അള്ളാഹ് പറഞ്ഞതാ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മനസ്സ് ശാന്തമാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് റബ്ബിനോട് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുക. ആൾക്കാരോട് ഒരു പരാതിയില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളും നീരസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം കൈയ്യെടുത്ത് ശരിയാവുക. കാരണം നമ്മളാരും ഇത്ര കാലം ഇവിടെ ജീവിക്കുന്നൊരു ഉറപ്പില്ലാത്തവരാണ്. എന്നാണ് നമ്മളത് തിരിച്ചു വിളിക്കാമെന്ന് ആർക്കും ഉറപ്പില്ല. അങ്ങനത്തെ ഒരു ജീവിതം നയിക്കാൻ ശ്രമിച്ചു നോക്കി, അപ്പോൾ ഭയങ്കര റാഹത്തായിരിക്കും. ഭൗതികമായി കുറേ പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിലും മനസ്സിൻ്റെ അകത്തൊരു സമാധാനം, എപ്പോഴും ഒരു കുളിര് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. ആ കുളിര് കിട്ടണമെങ്കിൽ അത് റബ്ബിലേക്ക് അടുക്കുക മാത്രമേ അതിനുള്ള പരിഹാരമുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള, രഹസ്യമായും പരസ്യമായും
അറിഞ്ഞും അറിയാതെയുമായി സംഭവിച്ചിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങളും ഒരുപാട് പോരായ്മകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. വലുതും ചെറുതുമായിട്ടൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ എല്ലാം അല്ലാഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരും മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവരുടെ പട്ടിണി, ദാരിദ്ര്യം, കടബാധ്യതകൾ, പ്രശ്നങ്ങൾ, രോഗങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇപ്പം നിലവിൽ GCCയിലൊക്കെ സംഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ മുഖേന കമ്പനിയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടവർ, അവിടെ നിലനിൽക്കാൻ പറ്റാതെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നവർ, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവർ, കടബാധ്യതയിൽ കുടുങ്ങിപ്പോയവർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമാധാനവും കുളിരും തണുപ്പൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു രൂപ പോലും കടമില്ലാതെ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലഭിച്ച ഹിദായത്ത് അത് പാതി വഴിയിൽ നഷ്ടപ്പെടാതെ മരിക്കുമ്പോൾ യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് യഥാർത്ഥ മുവഹിദായി തൗഹീദ് ഉൾക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട് മരിക്കാനുള്ള, ആ സച്ചരിതരായ അടിമകളെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് മരണം കൈവരിക്കാനുള്ള വലിയ സൗഭാഗ്യം, ആ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഫിലസ്തീനിലെ ആ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജിനോസൈഡിന്, ആ വംശീയ ഉന്മൂലനത്തിന് ഇന്ന് 1000 ദിവസം പൂർത്തിയാവുകയാണ്. ഇന്നേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ജനത 1000 ദിവസമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ. അല്ലാഹു തആല ആ മനുഷ്യർക്ക്, ആ ജനതക്ക്, ആ സഹോദരന്മാർക്ക് സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കട്ടെ. അവരിൽ നിന്ന് അല്ലാഹു തആല ഷഹീദുകളെ സ്വീകരിക്കട്ടെ. ഖുദ്സിൻ്റെ അകത്തെ പള്ളിയിൽ ശുക്രിൻ്റെ സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് ആ ജനതക്ക് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബ് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ സജീവമായി വന്നിരുന്ന, നമ്മുടെ ആദർശ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ടായിരുന്ന സുഹൃത്തുക്കൾ രോഗമായിട്ടും മരിച്ചുപോയവരായിട്ടൊക്കെ ഉണ്ട്. അല്ലാഹു തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. രോഗാവസ്ഥയിൽ കിടക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട സുഹൃത്തുക്കൾ, അവർക്കൊക്കെ അല്ലാഹു തആല പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുകയും നല്ല ആയുസ്സാരോഗ്യ സൗഖ്യം നൽകി തിരിച്ചു വരാനും നമ്മോട് കൂടെ ആരോഗ്യത്തോടു കൂടി നല്ല റാഹത്തോടു കൂടിയിട്ട് ഒരുമിച്ചിരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.